വീടിന്റെ സർവാധികാരവും മറ്റും ദേവയാനി നയനയ്ക്ക് കൈമാറുന്നുണ്ട്. അതുപോലെ എല്ലാ കാര്യത്തിലും മുൻപന്തി ആ വീട്ടില് ദേവയാനി നയനയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ നയനെ ആര് കുറ്റം പറഞ്ഞാലും ദേവയാനി ശരിക്കും അവർക്ക് നല്ല പണി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മുൻപന്തിൽ പണി കിട്ടുന്നവരിൽ എപ്പോഴും ഫസ്റ്റ് നിൽക്കുന്നത് ജാനകിയും മരുമകളും തന്നെയാണ് കേട്ടോ. അതായത് മരുമകളെന്ന് വെച്ചാൽ അനാമികയാണ്. അങ്ങനെ അനാമികയാണെങ്കിൽ ആകെപ്പാടെ നയനോടങ്ങ് ദേഷ്യം കൂടുകയാണ്, നയനോടും നവ്യോടും. അപ്പൊ നന്ദുവിനോടുള്ള ദേഷ്യവും കൂടി തീർക്കുന്നത് നയനയുടെ നവ്യയുടെ ദേഹത്തിട്ടാണ് കേട്ടോ. അപ്പൊ നവ്യോട് എന്ത് പോയി പറഞ്ഞാലും നവ്യ നല്ല തിരിച്ച് നല്ലതായിട്ട് പറയുന്നതുകൊണ്ട് തന്നെ അവൾക്ക് നവ്യോട് ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ നയനൊന്നും മിണ്ടാതെ തിരികെ പോകുന്നതുകൊണ്ട് തന്നെ നയനെ ശരിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ തുടങ്ങാണ് കേട്ടോ അവള്. അങ്ങനെ ജലജനെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവൾക്കെതിരെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജലജ പറയാണ്, ഞാനും എൻ്റെ മകനും പല വഴികളും നോക്കിയതാ ആ ചേട്ടത്തെ എണ്ണത്തിന് ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി. പക്ഷെ ഒന്നും നടന്നില്ല, എല്ലാം തിരിച്ച് ഞങ്ങൾക്ക് തന്നെ വരികയായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ കുറച്ചായിട്ട് ഒതുങ്ങി നിൽക്കാം, ഇനിയിപ്പം മോള് വേണം എല്ലാം ചെയ്യാനെന്നൊക്കെ പറയുന്നുണ്ട്. അവൾ പറയാണ്, അനാമിക പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഇത്രയും ക്രൂരയാക്കിയത് അവളുമാർ തന്നെയാ. എൻ്റെ ഭർത്താവ് എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, അപ്പച്ചിക്ക് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. ജലജ മനസ്സിൽ കരുതുകയാണ്, അതെന്തായാലും നല്ല കാര്യമായി, ഇത് കേൾക്കാൻ നല്ല സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെ മനസ്സിലാലോചിക്കുകയാണ്. അവനിപ്പോഴും മനസ്സിൽ ആ നന്ദുവ അതിന് കാരണക്കാരി ഇവിടെ ഉണ്ടല്ലോ, അവളുമാർ രണ്ടുപേരും അവളുമാർ തന്നെയാ കാരണക്കാരി എന്നൊക്കെ പറയാണ്. എപ്പോഴും എനിക്ക് ഞാനല്ല പ്രധാനം, ആ നയനയാ എല്ലാ കാര്യങ്ങളും നയനോട് ചോദിച്ചിട്ട് ചെയ്യാറ്. അവൻ്റെ എല്ലാ തീരുമാനങ്ങളും നയനയ്ക്ക് വേണ്ടിയിട്ടാ. ഇയാളിൽ ഓഫീസിൽ വർക്കിംഗ് ടൈമിൽ ഞാൻ വിളിച്ച സമയത്ത് അവളുണ്ടായിരുന്നില്ല. അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചു വെച്ചപ്പോൾ ഞാൻ അറിയുന്നത് നയനയുടെ കൂടെ പുറത്തേക്ക് പോയെന്ന്. ഇവിടുന്ന് ജോലിക്ക് പോകുന്ന അവൻ നയനയുടെ കൂടെ എന്തിനാ പുറത്തേക്ക് പോകുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? നയനയ്ക്കാണേലും ആദർശിൻ്റെ കൂടെ പോയാൽ പോരെ, എന്തിനാ അവൾ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകുന്നത്? അതെനിക്ക് ഇഷ്ടമില്ല. അവൻ ഏട്ടത്തി 100 പ്രാവശ്യം പറയുമെങ്കിലും എനിക്ക് നല്ല സംശയമുണ്ട് അവർ തമ്മിൽ ഏട്ടത്തിനെയും ബന്ധം തന്നെയാണോ ഉള്ളതെന്ന്. നന്ദുവിൻ്റെ പ്രണയവിവരം പറഞ്ഞ് അവസാനം അവർ തമ്മിൽ പ്രണയിക്കാൻ തുടങ്ങിയെന്നൊക്കെ അനാമിക ഇങ്ങനെ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ മനസ്സിൽ പറയാണ്, ഓഹോ, അപ്പോൾ എന്നേക്കാളും അപ്പുറത്തെ തരികടയല്ലേ ഇവള് ചിന്തിക്കുന്നത് ഈ റൂട്ടിലാണോ? എങ്കിൽ കുറച്ച് കഥകളൊക്കെ മെനഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ, ഈ റൂട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പണിയൊപ്പിക്കണമല്ലോ എന്നൊക്കെ നമ്മുടെ ജലജ ആലോചിക്കുന്നുണ്ട്. ജലജ പറയാണ്, മോൾ പറഞ്ഞുണ്ടല്ലോ 100% ശരിയാ. കാരണം എന്താണെന്നറിയോ, പല തവണ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടുപേരെയും ഇഴുകി ചേർന്നുള്ള സംസാരവും ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ മോക്കറിയാമല്ലോ എല്ലാവരും എൻ്റെ തലയിലോട്ട് കയറും. അതുകൊണ്ട് ഞാനിവിടെ ആരോടും യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന് ജലജ പറയുന്നുണ്ട്. അപ്പച്ചിക്കും തോന്നിയില്ല അങ്ങനെ? അതാ ഞാൻ പറഞ്ഞത്, എനിക്കും തോന്നി അവർ തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് നല്ല ബന്ധമൊന്നാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. ജലജ പറയാണ്, മോളെ ശ്രദ്ധിച്ചോ, അവൻ ഏതൊരു കാര്യം സെലക്ട് ചെയ്യണമെങ്കിലും ആദ്യം അവളുടെ അടുത്താണ് കൊണ്ടുപോകുന്നേ. അവളുടെ മുറിയിലേക്ക് അവൾ എന്നെ കയറി ചെല്ലാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഡോറ് മുട്ടേണ്ട ആവശ്യം പോലും ഇല്ല. മോളത് ശ്രദ്ധിച്ചിട്ടില്ലേ? അത് മാത്രമല്ല, മോൾ ആദ്യം എൻ്റെ മകൻ്റെ കല്യാണം മുടക്കിയിട്ട് നവ്യനെ കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ആദ്യം അവനും അവളും കൂടി ഇവിടെ നിന്ന് എല്ലായിടത്തും പോയത്. പിന്നെ നിനക്ക് വേറെ സംഭവം അറിയാവോ? അവളുടെ ഭർത്താവ് ഇവിടെ ഉണ്ടായിട്ടും നയനനെ കാറ് ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിച്ച ആരെന്നറിയാവോ? നിന്റെ ഭർത്താവ്, അതായത് അനിയാണ് അവളെ കാർ ഓടിപ്പിക്കാൻ പഠിച്ചത്. അന്ന് കാർ ഓടിപ്പിക്കാൻ പഠിപ്പിച്ചിട്ട് എവിടെയോ കൊണ്ട് വണ്ടി ആക്സിഡന്റ് ഒക്കെ ആയെന്നൊക്കെ ആബി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 പേരെ ഇറക്കിയത് അന്ന് ആദർശായിരുന്നു. എന്താണ് കേസെന്നൊക്കെ ദൈവത്തിനറിയാം എന്നൊക്കെ ഇങ്ങനെ അവൾ ഒന്നും കൂടെ മുള്ളുമോനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അനാമിക പറയാണ്, എന്റെ സംശയം ശരിയാ, അന്ന് ആദ്യ തന്നെ ആ നയന കൊടുത്ത ഗിഫ്റ്റ് ആ അനി കൊണ്ടുവന്ന് ജനല് അവിടെ തൂക്കാൻ പോയി. ഞാൻ അതിന് സമ്മതിച്ചില്ല. അതുപോലെ തന്നെ റൂം ഡെക്കറേറ്റ് ചെയ്യുന്നത് അവൾ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ അവളെ കൊണ്ട് എന്നെ ചെയ്യിപ്പിച്ചു. എല്ലാ അർത്ഥത്തിലും എന്നെ അവൻ തഴഞ്ഞോണ്ടിരിക്കുക. ഞാൻ മനസ്സിൽ കരുതിയത് നന്ദു ആണ് അവന്റെ മനസ്സിലെന്നാ. പക്ഷെ അതൊന്നും അല്ല. നമ്മളെല്ലാവരും അവൻ പൊട്ടം കളിപ്പിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക. അവളെ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ച് അവൻ്റെ മനസ്സ് കീഴടക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴും പറയും നയനടുത്ത് സാരി കൊടുക്കണം, നയനടുത്ത് ഡിസൈൻ ചെയ്യണം, എല്ലാ കാര്യത്തിലും ഒരു നയന. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലും അവന് ഇഷ്ടമില്ല. അവൻ ഇപ്പോഴും ഇഷ്ടം അവൾ ഉണ്ടാക്കുന്ന ഫുഡാ. എന്തുമാത്രം സങ്കടം കാണും എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജലജ പറയാണ്, അതാ മോളെ ഞാൻ പറഞ്ഞത്, നന്ദുവിനെ ആയിരിക്കും അവൻ ഇഷ്ടപ്പെട്ടത്. പക്ഷേ നന്ദു ഒരു ആൺകുട്ടിപ്പോൾ നടക്കുന്നൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങോട്ടേക്ക് അവളെ ആരും കടത്തില്ലെന്നുള്ള കാര്യമൊക്കെ അവന് മനസ്സിലായി. പപ്പിളാണെങ്കിൽ എപ്പോഴും അവൻ അവൈലബിൾ ആയിട്ടുള്ള നയനയല്ലേ, അതുകൊണ്ടായിരിക്കും അവനിപ്പോൾ നയനോട് അടുപ്പമൊക്കെ കൂടിയത് എന്ന് പറയുന്നുണ്ട്. അപ്പച്ചി പറഞ്ഞ ശരിയാ അപ്പച്ചി, എന്തായാലും ഞാനേ കുറച്ച് ദിവസം വന്ന് രണ്ടുപേരും വാച്ച് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനാമിക അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ജലജ മനസ്സിൽ കരുതാണ്, എന്തായാലും പ്ലാൻ ഏറ്റു. അവള് തന്നെ ഇങ്ങോട്ടായിട്ട് ഒരു ഗുണ്ടെടുത്തിട്ടു. ഇനി ഞാൻ അതിന്റെ പുറകെ അങ്ങ് ചൂട് കയറ്റി കൊടുത്ത ആ ബോംബ് അങ്ങ് പൊട്ടിത്തെറിക്കും എന്നൊക്കെ ജലജ മനസ്സിൽ കരുതാണ്. എന്തായാലും അനാമിക, നീ തന്ന നല്ലൊരു ക്ലൂവാ, ഇത്രയും കാലമായിട്ടത് എനിക്ക് തോന്നിയില്ലല്ലോ എന്ന് പറയുന്നതിന് കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ഇവർ തമ്മിലുള്ള റിലേഷൻ ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ജലജയും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ വൈകുന്നേരം ഓഫീസ് വിട്ട് വരുന്നത് കേട്ടോ. ഓഫീസിലേക്ക് ഇപ്പം നയന ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദർശിൻ്റെ കൂടെയാണ് നയന എന്നും വരുന്നത്. അന്നാണെങ്കിൽ ആദർശിന് മീറ്റിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് ആദർശ് പറഞ്ഞു അനിയോട്, എടാ നീ ഏട്ടത്തിയമ്മേനെ ഒന്ന് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തേക്കെന്ന് പറയുമ്പോൾ അതിനെന്താ ഏട്ടാ ഞാൻ കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അനിയാണ് കേട്ടോ. വഴിയിൽ വെച്ചിട്ട് ഐസ്ക്രീം പാർലറൊക്കെ കാണുമ്പോഴേക്കും എടുത്ത് നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഓ വേണ്ടടാ എന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊന്നേട്ടത്തി, ആദർശേട്ടന് ഐസ്ക്രീം കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ വലിയമ്മ വീട്ടിൽ ഐസ്ക്രീം മേടിക്കാൻ സമ്മതിക്കില്ല. പിന്നെ എപ്പോഴേലും ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ കാണുമ്പോഴാണ് മേടിക്കാറ്. ഒറ്റയ്ക്ക് പോകുമ്പം അതിനോട് മൂഡ് കിട്ടില്ല. ഇന്നിപ്പോൾ ഏട്ടത്തി ഉണ്ടല്ലോ, നമുക്ക് രണ്ടും കൂടെ ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കാർ ഒതുക്കിയിട്ട് വഴിയിൽ നിന്നും ഐസ്ക്രീം മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശിനെ വിളിക്കുന്നുണ്ട് അനാമിക. അനിയുടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറയുമ്പോഴേക്കും അത് നയനയും അനിയും കൂടെ കുറച്ച് നേരം ആലും ഇവിടുന്ന് പോയിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് അനാമിക ഫോൺ കട്ടാക്കുന്നുണ്ട്. എന്നിട്ട് ജലജോട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചി, ആദർശേട്ടൻ ഓഫീസിൽ തന്നെയുണ്ട്. നേരത്തെ ഇന്ന് അനിയും നയനയും കൂടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് കൈയോടെ പിടിക്കണം മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും സ്കൂട്ടി കൊണ്ടൊന്ന് പോയി നോക്കട്ടെ, അവരെങ്ങനെ വണ്ടിയിൽ വരുന്നതെന്നൊക്കെ ഒന്ന് വാച്ച് ചെയ്യാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നല്ലതാ മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമിക സ്കൂട്ടി എടുത്തുകൊണ്ട് അവർ വരുന്ന വഴിയിലേക്ക് പോവാണ്. അപ്പോൾ ഈ സമയം നോക്കുമ്പോഴേക്കും രണ്ടുപേരും ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ട് നിൽക്കാതിരിക്കും. ഇപ്പോൾ വഴിയിൽ നിന്നുള്ള ആ ഒരു വണ്ടിയിൽ നിന്നാണ് കേട്ടോ ഐസ്ക്രീം എടുക്കുന്നത്. അങ്ങനെ ഐസ്ക്രീം ഒക്കെ മേടിച്ച് ഒരു പാലം പോലെ സ്ഥലത്ത് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിട്ടാണ് വേണ്ട ഐസ്ക്രീം കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവർ നമ്മളിങ്ങനെ സംസാരിക്കുന്ന വിഷയം മൊത്തം ഈ അനാമികയുടെ കാര്യമായിരിക്കും. ഹനി പറയുന്നുണ്ട്, അനാമിക എനിക്ക് ഒരു സ്വൈര്യം തരുന്നില്ല ഏട്ടത്തി, എപ്പോഴും വഴക്കും ബഹളം തന്നെയാ, ഒരു നിമിഷം പോലും എനിക്കൊരു സ്വൈര്യമേ തരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നയനെ പറയാണ്, കൊച്ചുകുട്ടിയല്ലേ, അവൾക്ക് അതിനുള്ള പക്വതയേ ഉള്ളൂ, അതൊക്കെ മാറിക്കോളും, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, നീ ആ കാര്യം പറഞ്ഞ് അവളെ വെറുതെ വിഷമിപ്പിക്കരുത്, നന്ദുവിനെ മറക്കണം, നീ ഇപ്പം അവളുടെ ഭർത്താവ്, അതുകൊണ്ട് ആ കുട്ടി നിന്നിൽ നിന്ന് ഒരുപാട് സ്നേഹവും ഒക്കെ പ്രതീക്ഷിക്കും, അത് മുഴുവൻ നീ അവൾക്ക് കൊടുക്കണം, സ്നേഹവും അവളോടുള്ള കെയറിങ്ങും ഒക്കെയാണ് ഏതൊരു പെൺകുട്ടിക്ക് ഇഷ്ടം, അത് മുഴുവനായിട്ട് കൊടുത്താൽ മതി, അനാമിക പിന്നെ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ എടുത്തി എനിക്ക് അവളുടെ സ്വഭാവം അങ്ങ് തീരെ പിടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമിക വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇവരുടെ ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ അനാമികയ്ക്ക് അങ്ങ് പെരുത്ത് കയറി വരുന്നുണ്ട് കേട്ടോ. അനാമിക അവളുടെ ഫോണിൽ ഇവരുടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ അവളെ ദേഷ്യപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇവർ ഐസ്ക്രീം അങ്ങനെ കഴിച്ചതിന് ശേഷമൊക്കെ രണ്ടുപേരും കൂടി കാറിൽ കയറി വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കളിച്ചു തുള്ളി നമ്മുടെ അനാമിക കയറി ചെല്ലുകയാണ്. ഇപ്പം ജലജ വാതൊക്കെ തന്നെ കാണും. ജലജ ചോദിക്കുകയാണ്, എന്താ പറ്റുമ്പോളെ, എന്താ അവിടെ എന്താ കണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഞാൻ സംശയിച്ച് ശരി തന്നെയാ അപ്പച്ചി, ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 മിനിറ്റ് പോലും ആയില്ല, രണ്ടുപേരുടെ ഐസ്ക്രീം കഴിക്കുക വഴിയിൽ നിന്നോണ്ടാലും കുഴപ്പമില്ല, അവിടെ ഒരു പാലത്തേല് ഇണക്കുരുവികൾ ഇരിക്കുന്നത് പോലെ ഇരുന്നുകൊണ്ട് രണ്ടുപേരും അവിടെ ഐസ്ക്രീം കഴിക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയാണ്, കണ്ടില്ല മോളെ, പലതവണ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടുപേരും ഇങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്, അപ്പം മോളുടെ സംശയം ശരി തന്നെയാ, നമുക്കിനിയും വീക്ഷിക്കണം, നല്ല തെളിവുകൾ രണ്ടുപേർക്കെതിരെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.